വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. അവരുടെ തൊഴുത്ത് വീട് നിറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ പശുക്കളും നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം പശുവിനെ കെട്ടാൻ സ്ഥലമില്ല. മറ്റൊരു സന്തോഷമുള്ളത് വീണ്ടും പാലുൽപാദനം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തൊഴുത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയ ഒരു പശു പ്രസവിച്ചു. അതിനെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പാല് പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല, അല്ലേ? പാലിപ്പം പുറത്തേക്ക് കൊടുക്കാറായിട്ടില്ല. ഈ ചെറുക്കിടാമൻ കുടിപ്പിക്കും, അത് കഴിഞ്ഞ് കടന്നു കളയും. എന്തായി, വീണ്ടും പാലുൽപാദനം തുടങ്ങിയപ്പോ വീണ്ടും വരുമാനമൊക്കെ വരുമെന്ന പ്രതീക്ഷയിലായോ? ഇനി വരുമാനിച്ചിട്ട് കൂടുന്നുള്ള പ്രതീക്ഷയായി. അടുത്ത ദിവസം ഒരു പശുവും കൂടെ പ്രസവിക്കും. അതോടുകൂടി നിറയും. ഇനിയിപ്പോ കെട്ടാൻ സ്ഥലമില്ല, അല്ലെ? ഇല്ല. ഇനിയിപ്പോ എന്താ പരിപാടി? എന്താ ഹിന്ദിക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പം അവർക്ക് മറ്റേ ഒരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരവിടെ കിടക്കാൻ വേണ്ടി അപ്പൊ അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പണി കഴിയുമ്പോ തന്നെ അവരെ കൊണ്ടുവരും. എന്താ മാറ്റു, കറവയൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു. രാവിലത്തെ 2:30 കറക്കാണ് കറവ കഴിഞ്ഞു. ഈ 2 ഏതാ പുറത്തുനിന്ന് അതിന് ശേഷം കിട്ടിയതാണ്? അല്ല, ഓർണം ഞങ്ങളുടെ വീട്ടിലുള്ളതാ. അത് അബോർഷനായി പോയി, അതിനെ കറക്കണ്ട്. പിന്നെ അതല്ലാതെ കത്തോലിക്ക കോൺഗ്രസ് എന്ന ഒരു പശുവും കിടാവുന്നു. ആ പശുവിനെ കറക്കണ്ട്. ഇപ്പൊ ഏതാ പ്രസവിച്ചത്? ഇത് ആര് തന്നതാ? ഇത് കൃഷ്ണഗിരിന്ന് വന്ന CPM ഉദ്യോഗസ്ഥർ തന്നതാ. CPM കർഷക സംഘത്തിന്? അവരാ തന്നെ. ഇത് എന്നാ പ്രസവിച്ചു? ഇത് മിനിങ്ങാന്ന് പ്രസവിച്ചു. പെൺകിടാവുണ്ട്. ഭംഗിയുള്ള കിടാവ്. എന്റെ പേര് മണിക്കുട്ടിന്ന് ഇട്ടു. പേര് കിട്ടോ? എന്നിട്ട് കറന്നിട്ട് എത്ര ലിറ്റർ പാലുണ്ടോ? അളന്ന് നോക്കിയോ? അപ്പം അങ്ങനെ അളന്ന് നോക്കില്ല, ശകലിച്ചൊക്കെ കിട്ടുള്ളൂ. കിടാവിനും കുടിപ്പിക്കണം, അല്ല അവിടെ നീരുണ്ട്, അങ്ങനെ പാല് കുറച്ചുള്ളൂ. വീണ്ടും ഈ മാത്യുവിന്റെ തൊഴുത്ത് നിറഞ്ഞിട്ടുണ്ട്. പുതിയ പശുക്കിടാക്കളൊക്കെ ഉണ്ടായി തുടങ്ങി. അവയെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ 2 ദിവസമേ ആയിട്ടുള്ളൂ പശു പ്രസവിച്ചിട്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അധികം വൈകാതെ കൊടുക്കും. അപ്പൊ ബാക്കിയുള്ള പശുക്കളെല്ലാം ഏതാണ്ട് ചന നിറഞ്ഞു നിൽക്കുന്ന പശുക്കളാണ്. അതെല്ലാം പ്രസവിക്കും. വീണ്ടും വലിയ അളവിൽ പാല് നൽകി മാത്യുവിനും കുടുംബത്തിനും നല്ല വരുമാനം കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. വെള്ളിയാമറ്റത്ത് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.